ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു മത്തിപ്പീര വെച്ചാലോ? ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാന്ന് നോക്കിയാലോ. ചെറിയ മത്തിയാട്ടോ, നല്ല ടേസ്റ്റുള്ള മത്തിയായിരുന്നേ. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ വച്ചേക്കാമെന്ന് വിചാരിച്ചത്. സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എടുത്ത് വെച്ചു, 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അരിഞ്ഞ് ചട്ടിയിലാക്കിയിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് 3 എണ്ണേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിന് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഞാൻ ഡയറക്റ്റായിട്ട് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുകയത്, ഒതുക്കാനൊന്നും പോയില്ല മിക്സിയിൽ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടിയും ഉലുവാപ്പൊടിയും ഇത്രയും പൊടികളാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പുളി ചേർത്തിട്ടുണ്ട്. പുളി ഒത്തിരി ചേർത്തിട്ടില്ല, അതിനകത്ത് തക്കാളി ഉള്ളത് കൊണ്ട് അതിൻ്റെ പുളി ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാന്നേ. ഇത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട്, ഇത്ര നേരം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാവേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് മീനിട്ട് കൊടുക്കാവേ. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ മത്തി പീരയൊക്കെ വെക്കുന്നത്. അതും കുഞ്ഞി മത്തി വെക്കണം, വലിയ മത്തി വെച്ച് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടായില്ല. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാകട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. കടുകൊന്നും പൊട്ടിക്കണ്ടെന്നേ, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പീര റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.